ഹായ് ഓൾ, വെൽക്കം ടു നഫീസ് കിച്ചൺ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഒരു ബേക്കറി ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുട്ട 2 ഒന്നിൻ്റെ വെള്ളയും ഒന്ന് മുഴുവനായിട്ടും, കാമ്പ് മാറ്റി വെക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് വെച്ചത്. പിന്നെ 1/2 കപ്പ് മൈദ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഇത് ലൂസ് അനുസരിച്ചിട്ട് കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 80 ഗ്രാം ഓയിൽ, ഏത് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആക്കിയ ബട്ടർ 80 ഗ്രാം. ഇത് കാഷ്യൂ പൊടിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം, എന്ത് നട്ട്സ് യൂസ് ചെയ്യുക, നട്ട്സ് ഇല്ലാതെയും ചെയ്യാം. പൗഡർ 1 ടീസ്പൂണ്. പിന്നെ ഏത് ഫ്ലേവർ യൂസ് ചെയ്യാം, ഞാനിവിടെ വാനില എസൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കരിഞ്ജീരകം, ബദാം. ഈ മുട്ട നമ്മൾ ഒരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് ബട്ടർ ചേർക്കുക. പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗറും ചേർക്കുക. വിസ്കറിനെ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് എടുത്ത് വെച്ച ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൈദ കുറച്ചായിട്ട് ഇട്ടിട്ട് പിന്നെ കുഴച്ചെടുക്കുക. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഡോ ആയിരിക്കും. എന്നാൽ നമ്മൾ പിന്നെ മുട്ടൻ്റെ ചിലപ്പം ചില മുട്ട വലുതാണെങ്കിൽ നമ്മൾ കുറച്ച് ലൂസാണെങ്കിൽ നമ്മൾ ആ ടൈറ്റ് ആകുന്നതിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ ചേർത്ത് കൊടുക്കുക. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും എസൻസ് ഫ്ലേവർ വേണമെങ്കിൽ വേറെ എസൻസൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ടും പരത്താം, അല്ലെങ്കിൽ ഒരു റോളറിനെ കൊണ്ടും പരത്താം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. കുക്കീസിൻ്റെ കട്ടർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഞാനിപ്പോൾ 2-3 ഈ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോന്നിൽ പിന്നെ എഗ്ഗിൻ്റെ യെല്ലോ എടുത്തിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കളറും. പിന്നെ ഒന്ന് വെറും എഗ്ഗ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നിലേക്ക് ഓറഞ്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള നട്ട്സും ഡെക്കറേഷനും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ബദാമും പിസ്ത പിന്നെ കരിഞ്ജീരകം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഈ കുക്കിയൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ട് 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് 20-30 ഓരോരാൾ ഓവണിൽ ഓരോ ടൈമായിരിക്കും ബേക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക.